മകന് നീതി തേടി തൃശൂർ വള്ളത്തോൾ നഗറിൽ നിന്നും കാൽനടയായി ശബരിമല ദർശനം നടത്തുകയാണ് ഒരച്ഛൻ. സ്കൂളിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ 4ാം ക്ലാസ്സുകാരനായ തന്റെ മകന് വേണ്ടിയാണ് വെട്ടിക്കാട്ടിരി താഴപ്ര സ്വദേശിയായ സുനിലിന്റെ വേറിട്ട ശബരിമല യാത്ര. യാത്രയുടെ ഭാഗമായി ശനിയാഴ്ച സുനിൽ പാലാ പൂവർണ്ണി ക്ഷേത്രത്തിൽ എത്തി. വ്രതമെടുത്ത് കറുപ്പുമുടുത്ത് ഇരുമുടിക്കെട്ടുമായി മാത്രമല്ല സുനിലിൻ്റെ ശബരിമല യാത്ര. മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്ലക്കാർഡുമുണ്ട് കയ്യിൽ. വെട്ടിക്കാട്ടിരി SNLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുനിലിൻ്റെ മകൻ ഷാമിൽ. 2025 ജൂൺ 11 ക്ലാസ് മുറിയിൽ തെന്നി വീണ് ഷാമിലിന് ഗുരുതര പരിക്ക് പറ്റി. ചികിത്സ ഉറപ്പാക്കുമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകി. എന്നാൽ ചികിത്സാ ചെലവ് ഏറുമെന്ന് കണ്ടതോടെ സ്കൂൾ അധികൃതർ പിന്മാറുകയാണ് ചെയ്തതെന്ന് സുനിൽ പറയുന്നു. ക്ലാസ് മുറിയിൽ എൻ്റെ മകൻ വഴുക്കി വീണപ്പോൾ സ്പോട്ടിൽ തന്നെ 2 പല്ലുകൾ നഷ്ടപ്പെടുകയും പിന്നെ അടിഭാഗത്ത് 4 പല്ലുകൾ പൊട്ടി മോണയുടെ അടിഭാഗമൊക്കെ പൊളിഞ്ഞ് വളരെ വല്ലാത്തൊരു വലിയൊരു അപകടമായിരുന്നു അത്. അപ്പോൾ ഇത്രയും ഇത് നടന്നത് കണ്ടപ്പം മോൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ HM അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഞാനിത് സ്റ്റേഷനിലും ചാനലുകാരെയൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ HM മുന്നിൽ കൈ കൂപ്പിയിട്ടാണ് പറഞ്ഞത്, പ്രശ്നം ഉണ്ടാക്കരുത് സാറേ, 8-10 ടീച്ചർമാരുടെ ജീവിതമാണ്, അതില്ലാണ്ടാക്കരുത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇതിനുള്ള സൊല്യൂഷൻ ടീച്ചർ പറയണം പറഞ്ഞു. മോന് വേണ്ടി നല്ല ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, അത് ടീച്ചർ ഇങ്ങനെ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് പറയണം പറഞ്ഞു. അങ്ങനെ മാനേജർ വിളിക്കാൻ പറഞ്ഞു. മാനേജർ വന്നു. മാനേജർ വന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ വൈഫാണ്, എല്ലാ കാര്യങ്ങളും മൂപ്പരടുത്ത് സംസാരിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തു തരും. അതുകൂടാതെ മാനേജർ തന്നെ പറഞ്ഞു, മോനെ 2 പല്ല് വെച്ച് തരാം, എത്ര പൈസ ചിലവാക്കേണ്ടി വന്നാലും അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് 3 കുട്ടികളുള്ളതാണ്, ഞാനും 3 കുട്ടികളുടെ അച്ഛനാണ് എന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. കുട്ടിക്ക് 35ാമത്തെ ദിവസം നടത്തേണ്ടിയിരുന്ന 6 പല്ലിൻ്റെ റൂട്ട് കനാൽ, അത് അർജൻറ്റായിട്ട് 4 ആയിരുന്നു. ആ റൂട്ട് കനാലിൻ്റെ നടത്തേണ്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 1,71,500 രൂപ മൊത്തം ട്രീറ്റ്മെൻറ്റ് ഒരു ചിലവായിട്ട് വരുമെന്ന് കണ്ടപ്പോഴും ഇവർ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറി. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചാണ് ഈ വർഷത്തെ എൻ്റെ യാത്ര ഇവരുടെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകന് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ 33 കോടി ദേവഗണങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിളിപ്പുറത്ത് എന്ന് ഞാൻ കരുതുന്ന എൻ്റെ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയിട്ട് എൻ്റെ മോന് വേണ്ടി നീതി ലഭിക്കുന്നതിന് വേണ്ടി നേരിട്ട് ചെന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഈ തവണ എൻ്റെ യാത്ര ഈ രീതിയിലായിരുന്നു. മകൻ്റെ ചികിത്സ എന്ന ആവശ്യം മുന്നോട്ട് വച്ച് നിരന്തരം സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോൾ നിരവധി ആരോപണങ്ങൾക്കും വിധേയനാകേണ്ടി വന്നു സുനിലിന്. സ്കൂൾ അധികൃതർ നിസ്സംഗത തുടരുന്നതിനാൽ മകന് ചികിത്സ ഉറപ്പാക്കാൻ വകുപ്പും സർക്കാരും ഇടപെടണമെന്നാണ് സുനിലിൻ്റെ ആവശ്യം. യാത്രക്കിടയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കാണാനും നിവേദനം നൽകാനും സുനിലിന് അവസരം ലഭിച്ചു. ഇടപെടൽ ഉറപ്പു നൽകിയ മന്ത്രി തുടർ നടപടികൾക്ക് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ മനുഷ്യാവകാശ സംഘടനയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് സുനിലിൻ്റെ കാൽനടയായുള്ള ശബരിമല യാത്ര. നിലവിൽ കുട്ടി തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.